Hello friends, welcome to Naughty Knitters. It's me Ansha. ഇന്ന് ഫെബ്രുവരി 14th വാലന്റൈൻസ് ഡേ ആണ് കേട്ടോ. ഇന്നലെ എൻ്റെ വാലന്റൈൻസ് ഡേ പ്രിപ്പറേഷൻസ് വീഡിയോസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്ക് വർക്കിന് പോകേണ്ടതുണ്ട്. രാവിലെ തന്നെ എണീച്ചിട്ട് എൻ്റെ ക്രാഫ്റ്റ് വർക്ക്സ് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മൾ ഒട്ടുമിക്ക വർക്ക്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് കഴിയുന്നത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ആദ്യം ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബൊക്കെയും കേക്കും വരുന്ന ഒരു ഹാമ്പറാണ്. പിന്നെ വരുന്നത് ഒരു കസ്റ്റമൈസ്ഡ് വാളറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാളറ്റ് ഹാമ്പറാണ് കേട്ടോ. ഇതുപോലുള്ള ബോക്സിലേട്ടേക്ക് കസ്റ്റമൈസ്ഡ് വാളറ്റും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കാർഡും വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാമ്പറാണ്. പിന്നെ വരുന്നതും വാളറ്റ് ഹാമ്പർ തന്നെയാണ് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സിൽ ചെയ്ത് വെച്ചിട്ടുള്ള വാളറ്റ് ഹാമ്പറാണ്. അടുത്തത് ഒരു കിറ്റ് കാറ്റ് ബൊക്കെയാണ്. അപ്പോൾ ബൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കൂടെ കൊടുത്തുവിടാനായിട്ട് ഒരു കേക്കാണ് കേട്ടോ. വാലന്റൈൻസ് ഡേയുടെ അന്ന് ബർത്ത്ഡേ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് കേക്കും പിന്നെ കിറ്റ് കാറ്റിൻ്റെ ബൊക്കെയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മോർണിംഗ് ചെയ്തെടുത്തിട്ടുള്ള വർക്കൊക്കെ കഴിയുമ്പോഴേക്കും റൂമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അതൊക്കെ എല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. പിന്നെ ജോലിക്ക് പോകണം. ഇതാണ് കേട്ടോ നെക്സ്റ്റ് പരിപാടി. അപ്പോഴേക്കും റെഡി ആയി. ഇതാ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. എനിക്ക് 8:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടേക്ക് അപ്പോഴേക്കും എത്തിയാൽ മതി. റൂമിൻ്റെ അടുത്ത് തന്നെയാണ് വർക്ക് പ്ലേസ് വരുന്നത്. അവിടത്തേക്ക് ഇതാ പോവാണ്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊറിയർ വഴി സെൻഡ് ചെയ്യാനുണ്ട്. ബാക്കി കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട് വഴി കൊടുത്തു വീഴും. പിന്നെ കുറച്ച് ഇന്ന് നൈറ്റും സെൻഡ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം രാത്രി വീണ്ടും പോയിട്ട് നമുക്ക് ക്രാഫ്റ്റിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഇത്ര അധികം ഹാമ്പേഴ്സ് സെൻഡ് ചെയ്യാനുള്ളത്. അല്ലാതെ നോർമൽ ഒരു ദിവസം 1-2 ഹാമ്പേഴ്സ് മാത്രമേ സെൻഡ് ചെയ്യാനുള്ളാവും. അതും അടുത്തൊക്കെ ആണെങ്കിൽ രാത്രി പോയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. വാലന്റൈൻസ് ഡേ ആകുമ്പോൾ കുറച്ചധികം ഓർഡേഴ്സ് ഉണ്ടാവും. ഒട്ടുമിക്കതും ചെയ്യാൻ പറ്റാന്നിട്ട് ഞാൻ ഒഴിവാക്കിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ഓർഡേഴ്സൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് ചെയ്ത് തീരും ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഇനി കംപ്ലീറ്റ് ചെയ്യാണ്ട് തട്ടിക്കൂട്ടിയാക്കുമ്പോൾ അതൊരു വൃത്തിയിലും അവസാനിക്കില്ലല്ലോ. അപ്പോൾ ഇതാ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 6 o'clock ആകുമ്പോഴേക്കും ഞാനിത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബസ് വഴിയാണ് പോകാനുള്ളത്. റൂമിലോട്ടേക്ക് ബസ്സിനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ റൂമിലെത്തിയതിന് ശേഷം ചെയ്തെടുത്ത 2 ഹാമ്പറാണ്. അതിലൊരു കേക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൊക്കേഷൻ വരുന്നത് ദേറയാണ്. അപ്പോൾ അവിടത്തേക്ക് പോയിട്ട് നമ്മൾ ആൾക്കിതാ ഡയറക്റ്റായിട്ട് ഡെലിവറി ചെയ്തു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. രണ്ടാമത്തെ ലൊക്കേഷനും ദേറ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ അവിടെയും ഞാൻ പോയിട്ട് കൊണ്ടു കൊടുത്തു. ഇനി മൂന്നാമത്തെ ലൊക്കേഷനിലും ഇതാ ആൾക്ക് കേക്ക് ഹാമ്പർ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വർഷത്തെ വാലന്റൈൻസ് ഡേയും നല്ല രീതിയിൽ ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഓർഡേഴ്സൊക്കെ കുറച്ചൊക്കെ കംപ്ലീറ്റ് ചെയ്തു. അത്രയൊന്നുമില്ല, എന്നാലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.